ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഈ കാണുന്ന പോലെ ഒരു ഡിസൈനാണ് ചെയ്തെടുക്കാനായിട്ട് പോകണം കേട്ടോ. ഏകദേശം ഈ ഒരു ഡിസൈനാണ് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ഓറഞ്ച് കളർ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ സിംഗിൾ കളർ നൂല് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. സിൽക്ക് ത്രെഡാണ് ഉപയോഗിക്കണം കേട്ടോ. അപ്പോൾ നമ്മളതുപോലെ ഒരു നേവി ബ്ലൂ കളർ സിൽക്ക് ത്രെഡാണ് എടുത്തേക്കണം. അപ്പോൾ ആദ്യമേ നമുക്ക് ബോർഡർ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബോർഡർ ചെയ്യാനായിട്ട് ഞാനിപ്പം 4 സ്ട്രാൻഡ്സിലാണ് ത്രെഡ് എടുത്തേക്കണം കേട്ടോ. അപ്പോൾ ഈ കാണിക്കുന്ന പോലെ ഒരു നമ്മൾ നേരെ താഴേക്ക് ഇതുപോലെ നൂല് കുത്തി എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ കൂടെ മേളിലേക്ക് എടുത്തിട്ട് പിന്നെ അതേപോലെ തന്നെയാണ് ചെയ്യണത്. ബോർഡർ ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് അതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ബോർഡർ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു സിൽക്ക് ത്രെഡിനേക്കാളും കുറച്ചുകൂടെ നല്ലത് ആങ്കർ ത്രെഡാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ സിൽക്ക് ആകുമ്പം അത്ര ഒരു ഭംഗി ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി. അപ്പോൾ സിൽക്ക് ത്രെഡൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ചെയിൻ സ്റ്റിച്ചോ അല്ലെങ്കിൽ സാധാരണ നമ്മുടെ സ്റ്റെം സ്റ്റിച്ചൊക്കെ പോലെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും തോന്നി കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇതുപോലെയാണ് ചെയ്തെടുത്തത്. പിന്നെ നമ്മൾ ബോർഡർ ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റെം സ്റ്റിച്ചും ലീഫ് സ്റ്റിച്ചും മാത്രമേ കൊടുക്കുന്നുള്ളൂ. വേറെ അഡീഷണൽ ആയിട്ട് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ സിംഗിൾ ഒരു ഡിസൈനാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഈ കാണുന്ന പോലെ നമ്മൾ ബോർഡർ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതുപോലെ സ്റ്റെം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്റ്റെം സ്റ്റിച്ച് ഭയങ്കര എളുപ്പമാണ് ചെയ്യാനായിട്ട്. ഞാൻ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് നമ്മൾ 4 സ്ട്രാൻഡ്സിലേ നൂലെടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ കാണുന്ന പോലെ സ്റ്റെം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ അറിയാമായിരിക്കും ഇതല്ലേ. അപ്പോൾ എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ടും. ഒത്തിരി വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ഇത് ചെയ്തെടുക്കാം. നമുക്കിത് പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ലീഫിന് മാത്രമേ നമുക്ക് ഇച്ചിരി സമയം എടുക്കുകയുള്ളൂ. അപ്പോൾ അതും നമുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ആയി നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പ്ലെയിൻ കുർത്തിയൊക്കെ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ എല്ലായിടത്തും മഴയൊക്കെ എങ്ങനെയുണ്ട്? നമ്മുടെ ഇവിടെ കോട്ടയത്ത് ഇപ്പോൾ എന്നും മഴയാണ് കേട്ടോ. എല്ലാവരും സേഫായിട്ട് സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് പറയണം കേട്ടോ. സ്റ്റെം സ്റ്റിച്ച് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഇതുപോലെ ലീഫ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ലീഫ് സ്റ്റിച്ച് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ലീഫെല്ലാം ചെറിയ ലീഫാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏത് ഡിസൈൻ കൊടുത്തെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. അപ്പം നമ്മൾ 2-3 ഡിസൈനൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും അത് തിരിച്ചറിയത്തൊന്നുമില്ല. അപ്പോൾ നമ്മൾ അത് തന്നെയല്ല ത്രെഡ് യൂസ് ചെയ്യുന്നത് 2 സ്ട്രാൻഡ്സിലാണ് യൂസ് ചെയ്തേക്കുന്നത്. 2 അല്ല കേട്ടോ, 4 സ്ട്രാൻഡ്സിലാണ് യൂസ് ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ സിൽക്ക് ത്രെഡുമാണ് ഉപയോഗിച്ചേക്കണം. അപ്പോൾ നമുക്കത് പെട്ടെന്ന് തിരിച്ചറിയാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഏത് ഡിസൈനിൽ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എനിക്കറിയാവുന്ന എല്ലാ ഡിസൈനിലും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. നമുക്ക് എളുപ്പത്തിൽ ഏതാണ് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു ഡിസൈനിൽ നമ്മൾ ആ ഒരു പാറ്റേണിൽ നമ്മൾ ലീഫെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഔട്ട്ലുക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.